തെക്കേ അമേരിക്കൻ വൻകര ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു സൈനിക നീക്കത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വെനിസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഇപ്പോൾ പൂർണ്ണമായും വളയപ്പെട്ടിരിക്കുകയാണ്. സമുദ്രത്തിൽ ഒരറ്റത്തു നിന്നും നോക്കിയാൽ കാണാത്ത അത്രയും വലിയ കപ്പൽപ്പട അഥവാ ആർമാഡ വെനിസ്വേലയെ ലക്ഷ്യമാക്കി നിലയുറപ്പിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ ഉത്തരവ് വന്നു കഴിഞ്ഞു. എന്താണ് വെനിസ്വേലയെ കാത്തിരിക്കുന്നത്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സന്ദേശം വ്യക്തമാണ്. വെനിസ്വേല പിടിച്ചെടുത്ത എണ്ണയും ഭൂമിയും മറ്റു ആസ്തികളും തിരിച്ചു നൽകുന്നതുവരെ സമാനതകളില്ലാത്ത പ്രഹരമായിരിക്കും ആ രാജ്യം നേരിടാൻ പോകുന്നത്. വെറും ഒരു മുന്നറിയിപ്പല്ല ഇത്. വെനിസ്വേലയിലേക്കുള്ള കവാടങ്ങൾ കൊട്ടിയടക്കാൻ ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞു. എണ്ണയുമായി പോകുന്നതോ വരുന്നതോ ആയ ടാങ്കറുകൾക്ക് ഇനി ഉപരോധം മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവിടെയാണ് ഡാർക്ക് ഫ്ലീറ്റ് എന്ന പേടി സ്വപ്നം വെനിസ്വേലയെ വേട്ടയാടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ വെല്ലുവിളിച്ച് റഡാറുകളിൽ പെടാതെ വെനിസ്വേലയ്ക്ക് വേണ്ടി എണ്ണ കടത്തുന്ന കപ്പലുകളാണിവ. എന്നാൽ ഈ ഡാർക്ക് ഫ്ലീറ്റിന്റെ 40% ഇപ്പോൾ അമേരിക്കൻ ഉപരോധത്തിന്റെ വലയിലാണ്. ഇതോടെ വെനിസ്വേലയുടെ സാമ്പത്തിക സിരകൾ ഓരോന്നായി അറ്റുപോവുകയാണ്. മോഷ്ടിച്ച മുതലുകൾ തിരിച്ചു നൽകും വരെ ഈ ഉപരോധം തുടരുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാവികപ്പട അതിർത്തിയിൽ നിൽക്കുമ്പോൾ വെനിസ്വേലയ്ക്ക് മുന്നിൽ വഴികൾ അടയുകയാണ്. ഇത് വെറും ഒരു ഉപരോധമല്ല, മറിച്ച് വെനിസ്വേലയ്ക്ക് മേൽ പതിക്കാൻ പോകുന്ന വൻ പ്രഹരത്തിന്റെ തുടക്കം മാത്രമാണ്. ഈ നാവിക ഉപരോധം ഒരു യുദ്ധത്തിലേക്ക് വഴിവെക്കുമോ, അതോ വെനിസ്വേല അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വഴങ്ങുമോ? വരും മണിക്കൂറുകൾ നിർണായകമാണ്.